ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ വീടും പരിസരമൊക്കെ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയ പിന്നെ ഞാൻ ഇതുവരെ എൻ്റെ വീടൊന്നും നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ യൂട്യൂബേഴ്സും അവരുടെ വീടൊക്കെ കാണിക്കാറുണ്ട്, ഞാൻ ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വരയ്ക്കുന്ന റൂം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാണ്ട് വേറെ എൻ്റെ വീടോ പരിസരമൊന്നും നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീടും പരിസരവും കാര്യങ്ങളൊക്കെ. അപ്പം ഇവിടെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് എടുത്ത വീഡിയോ ആണ്. അപ്പം ഇവിടെ മഴയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് സീനാണ്, അതായത് നമുക്ക് ഇവിടെ താമസിക്കാണ്ട് കുറച്ച് റിസ്ക്കാണ്. കാരണം കുറച്ച് ചെരിഞ്ഞ സ്ഥലമാണ്, അപ്പോൾ നമുക്ക് ഈ മണ്ണിടിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്ത് ഉണ്ടായൊരു സംഭവമാണ്, നമ്മുടെ ഈ ഒരു മരം കടന്നു പോയിട്ടുണ്ടായിരുന്നു. വലിയ കാറ്റ് മഴ ഉണ്ടായ സമയത്ത് രാത്രിയിലാണ് ഉണ്ടായത്. ഈ മരം കടന്നു പോയി, അപ്പം മരത്തിൻ്റെ ചോട്ട് വലിയൊരു കല്ലിരിപ്പുണ്ടായിരുന്നു. ആ കല്ലങ്ങോട്ട് ഉരുണ്ട് വന്നിട്ട് ഞങ്ങളുടെ ഈ ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞുണ്ടാക്കിയ ടോയ്ലറ്റാണിത്. ഇപ്പോൾ വലിയ മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കാറാണ് ചെയ്യാറ്. മഴക്കാലമായി കഴിഞ്ഞാൽ വീടിന് ചുറ്റും വെള്ളമാണ്, അപ്പം അതൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വേനൽക്കാലത്താണെങ്കിൽ നമുക്കിവിടെ വെള്ളം അങ്ങനെ പറ്റുന്ന കേസൊന്നുമില്ല. നമ്മുടെ ഈ വീട്ടിൽ നിന്ന് 2-3 വീട്ടുകാരെ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മഴയൊക്കെ കഴിഞ്ഞാൽ അകത്ത് റൂമിൽ ചെറിയ ചോർച്ചയും നനച്ചിലൊക്കെ ഉണ്ട്. അപ്പം മഴയുള്ള സമയത്തൊന്നും എനിക്ക് ഡ്രോയിങ് ചെയ്യാൻ സാധിക്കാറില്ല. ഞാൻ ആദ്യം വീഡിയോ എടുത്തിട്ട് പിന്നീടാണ് വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുക. അപ്പം വീട്ടിൽ മൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീട്ടിൽ ഇരുന്ന് വോയിസ് കൊടുക്കാണ്ട് സാധിക്കില്ല. അതായത് തുടർ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ചെയ്യുന്ന വീഡിയോയിൽ വോയിസ് കൊടുക്കാണ്ട് സാധിക്കില്ല. കാരണം മൃഗങ്ങളുടെയൊക്കെ സൗണ്ട് കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പറമ്പിലൊക്കെ പോയിരുന്നിട്ടാണ് വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുക. അപ്പോൾ മഴയായി കഴിഞ്ഞാൽ നമുക്കത് പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ മ്യൂസിക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ എല്ലാ വീഡിയോയിലും പറ്റുമെങ്കിൽ ഞാൻ വോയിസ് തന്നെ ഇട്ട് നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ സാഹചര്യം പോലെ നമ്മൾ ചെയ്യാം കേട്ടോ. എൻ്റെ വീട്ടിലെ റൂമുകളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളെന്ന് കാണിക്കുന്നുണ്ട്. എൻ്റെ വരയ്ക്കാനിരിക്കുന്ന റൂം ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും അതോടെ ഞാൻ ഈ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീടും പരിസരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഒരുപാട് പരിമിതിക്കുള്ളിൽ നിന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഞാൻ ഈ ചാനൽ വഴി ഇടുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് തീർച്ചയായും ഡ്രോയിങ് പഠിക്കാവുന്നതാണ്.